ഒരു ശരാശരി മലയാളിയുടെ മോർണിംഗ് എഫേർട്ടാണ് നിങ്ങൾ കണ്ടത്. താഴത്ത് വരെ പേസ്റ്റ് ഉണ്ട്, നമുക്കറിയാലോ. നമ്മൾ മലയാളികൾ എത്ര പേസ്റ്റ് ഉണ്ടെങ്കിലും അവസാനത്തെ കണ്ണി വരെ ഞെക്കിയെടുത്തിട്ടേ അടങ്ങത്തുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല ഇത് കാണിച്ചത്, ഇവിടെ ഇങ്ങനെയാണ്. ഇങ്ങനെ ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ, പേസ്റ്റ് പോലും വാങ്ങിക്കാനില്ലേ എന്ന് വിചാരിക്കരുത്. ഇതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയാണ്. അത് ഇന്നത്തേക്ക് കഴിഞ്ഞു കേട്ടോ, ഇന്ന് തീർന്നു, ഇനിയില്ല. ഞാൻ ഒരു 4-5 ദിവസമായി ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട്. സോറി ഗൈസ്, ഐ നോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്നുള്ളത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവാണ്. പ്രീ വർക്കൗട്ട് മീൽ. നമ്മൾ വർക്കൗട്ടിന് പോകാൻ പോവാം. അപ്പോൾ എടുക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഓട്സ് രാവിലെ അമ്മ വർക്കൗട്ടിന് പോകുമ്പോഴത്തേക്കും സോക്ക് ചെയ്തിടും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കാത്തത്. ഇത് രാവിലെ 5 മണിക്ക് നടക്കുന്ന പ്രോസസ്സാണ്. മിനിമം ഒരു 2-3 hours-എങ്കിലും 4 hours-എങ്കിലും സോക്ക് ചെയ്ത ഓട്സ് ആണ്. അപ്പോൾ അത് കഴിക്കാൻ സുഖമാണ്. റോൾഡ് ഓട്സാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസിൻ്റെ ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ പ്രെപ്പിലേക്ക് അവസാനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് 10 days ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐസൊലേറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദിസ് ഇസ് മസിൽ ബ്ലേസ് ഐസോ 0. അപ്പോൾ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാംഗോ ഫ്ലേവറാണ്. ഇത് കഴിഞ്ഞ ദിവസം വന്നത്. നമുക്ക് ഒരു സ്കൂപ്പ് ഇടാം. ലെറ്റ്സ് ഗോ. ഇത് കണ്ടു ഗൈസ്. ഇത്രയും നല്ല ദോശ ഹോട്ടലിൽ പോലും കിട്ടത്തില്ല ഗൈസ്. ഇവിടെ ദോശയാണ് ഗൈസ്. ദോശ ചമ്മന്തി. തിങ്കളാഴ്ച നമ്മൾ പുതിയ തിങ്കളാഴ്ച അല്ല, അടുത്ത തിങ്കളാഴ്ച കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഗൈസ് നല്ല ചൂട് നെയ് റോസ്റ്റും നമുക്കിവിടെ ഓട്ട് മീലും ആണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ് മസാല ദോശയുടെ ഗ്രേവി ആയിരുന്നു. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നതുകൊണ്ട് അമ്മ അത് നെയ് റോസ്റ്റിലേക്ക് മാറ്റി. ഡാഡീസ് ലോസ്. നമ്മളിതിലില്ല, നമ്മളിത് കണ്ടാൽ മതി. നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓട്സാണ്. ലെറ്റ്സ് ഗോ. ഇതൊക്കെ നമ്മൾ കഴിക്കും കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട്. അതിനു മുമ്പേ നമ്മൾ ലോക്ക്ഡ് ഇൻ ആണ്. ലെറ്റ്സ് ഗോ ഈറ്റ് ദിസ് ഗൈസ്. ലെറ്റ്സ് ഈറ്റ് അവർ പ്രീ. ഈ വരുന്ന സൺഡേ, നെക്സ്റ്റ് സൺഡേ ആണ് കോമ്പറ്റീഷൻ കൊച്ചിയിൽ വെച്ചിട്ട്. സോ അപ്പോൾ എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അഗൈൻ ആൻഡ് അഗൈൻ ഐ എം ടെല്ലിങ് ദാറ്റ് ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ഫോർ ഓൾ ദീസ് സ്റ്റഫ്സ്. ഇതിന് ഷോർട്ട് കട്ട് ഇല്ല. കഴിക്കേണ്ട സാധനങ്ങൾ കഴിച്ച് തന്നെ നമുക്ക് ഗെയിൻസ് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇഷ്ടംപോലെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ലൈഫിൽ. അപ്പോൾ അതിനൊന്നും നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. ബി ഫോക്കസ്ഡ് വിത്ത് യുവർ ഡ്രീംസ്. സാക്രിഫൈസൊക്കെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇഷ്ടംപോലെ സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോണ്ട് വെറി, ഡോണ്ട് റിഗ്രറ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൺ പോയിൻ്റ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുക, പണിയെടുത്തുകൊണ്ടിരിക്കുക. സക്സസ് വിൽ ഫോളോ യു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ കഴിച്ചു തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ടിനായിട്ട് ജിമ്മിലേക്ക് പോവാം. വാ. What is up YouTube? This is Gokul and welcome back to another video. Welcome back to my channel. അപ്പോൾ നമുക്ക് ഇനിയും 10 days ആണുള്ളത് നമ്മുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. മിസ്റ്റർ കേരള ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കൊച്ചി. ഇറ്റ്സ് ഓൺ 28th. സോ അപ്പോൾ നമുക്കിന്നൊരു ചെസ്റ്റ് ഡേ ആണ്. നിങ്ങൾ ബാക്കി പരിപാടികളെല്ലാം കണ്ടു. അപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ പിള്ളേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ ചെസ്റ്റ് ഡേ. ഐ മീൻ രാവിലെ ചെസ്റ്റ്, വൈകിട്ട് ഷോൾഡേഴ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പം 2 days സ്പ്ലിറ്റാണ് പോകുന്നത്. അപ്പം രാവിലെ ചെസ്റ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ. പുഷ് മൂവ്മെൻറ്റ്സ് ചെസ്റ്റിന്. ഇപ്പം മുടിയും താടിയൊക്കെ അത്യാവശ്യം നല്ലോണം വളർന്നിട്ടുണ്ട്. കാരണം ഞാൻ നമ്മുടെ ICN കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം താടി ഷേവ് ചെയ്തിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല. ലൈക്ക് എല്ലാം അടുത്ത കോമ്പറ്റീഷന് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. സോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു
ഡൾനെസ് ഫേസിലുണ്ട്, താടിയും മുടിയും ഉള്ളതിൻ്റെ. പിന്നെ നമ്മൾ ഷോർട്ട് ഡേ വ്ളോഗ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വ്ളോഗാണിത്. ഇത്രയും ടൈം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ രണ്ടാമതൊരു പ്രപ്പിലേക്ക് വരാനുള്ളൊരു മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ളൊരു ടൈമാണ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഇനിയൊരു 8-9 ഡേയ്സേ ഉള്ളൂ കോമ്പറ്റീഷന്. അപ്പോൾ നമ്മൾ മറ്റേ കോമ്പറ്റീഷൻ്റെ പ്രപ്പ് ചെയ്ത പോലെ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ ജിമ്മിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം ഞാൻ വിചാരിച്ച് നമുക്ക് കാർ എടുത്തിട്ട് പോവാം എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്കും ജിമ്മിൻ്റെ അവിടെ കാർ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ 4-5 മണിക്കൂർ കാറ് വെയിൽ കൊണ്ട് കിടക്കണം. അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഈ ഹുഡീസൊക്കെ ഇട്ട് ബൈക്കിന് പോകാം. വെയിലാണ്, പക്ഷെ എന്നാലും ഈസി ആക്സസിബിലിറ്റിക്ക് വേണ്ടിക്ക് ബൈക്കാണ് നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ Insta360 ക്യാമറയൊക്കെ എടുത്ത് ഇവിടെ ചേടിയിട്ടുണ്ട്, POV ഷോട്ട് എടുക്കാൻ. നോക്കാം എന്താവും ഇത്. നമ്മളിത് ജിമ്മിലെത്തി. ഇതാണ് എൻ്റെ ബൈക്കിൽ വന്നുള്ള പ്രശ്നം. തലമുടി മൊത്തവും അഷറാവും, വിയർത്ത് കുളിച്ചിട്ട്. ഒന്നാമത്തെ മുടി വെട്ടാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആവും. പിന്നെ നമ്മുടെ ജിമ്മേറ്റ്സ് ഇവിടെ ഉണ്ട്. ഹായ് ഗായ്സ്, ഹായ് ആദർശ് ഫിറ്റ്നസ്. ഇന്ന് ദിവന്മാരുടെ കൂടെയാണ് വർക്കൗട്ട്. എങ്ങനെയാ, ചെസ്റ്റ് കത്തിക്കോ? നീ കത്തിക്കും. ഇപ്പം നമ്മൾ ജിമ്മിലെത്തി. നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, 2 പേരും കൂടെ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. വാടാ. ഇവനെ നിങ്ങൾക്ക് അറിയാം, സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ഇൻഫ്ലുവൻസർ ആദർശ്. ഇത് വളർന്നു വരുന്ന ഇൻഫ്ലുവൻസറാന്ന് പറയപ്പെടുന്ന ഹരി. നിക്ക്. ഇവര് നമ്മൾ രണ്ടുപേരും നമ്മുടെ ടീമിലുള്ള, നമ്മളെല്ലാവരും ഒരേ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് പലരെ ടീമിൽ നിന്ന് വെളിയിലാക്കും, അകത്താക്കും. അതാണ് നമ്മുടെ ടീമിൻ്റെ ഒരു പുതിയ തീരുമാനം. അപ്പോൾ അതനുസരിച്ചിട്ട് പണിയെടുത്താൽ നിനക്കുള്ള. അപ്പം നമുക്ക് ഇനി 10 ദിവസം കൂടെ ഉള്ളൂ കോമ്പറ്റീഷന്. 28-നാണ് കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ നല്ല നാച്ചുറൽ അത്ലറ്റ്സ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ കോമ്പറ്റീഷന്. വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. അപ്പോൾ എന്താ പറയാനുള്ളത്? വർക്കൗട്ട് ചെയ്യാതൊക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ക്രാഷ് ദ ചെസ്റ്റ്. അത് കാര്യമാക്കണ്ട, വിട്ടളാ. വാം അപ്പ്, സ്ട്രെച്ചിങ്സ്. എല്ലാം കാണിക്കുന്നില്ല, എല്ലാവരും അറിഞ്ഞങ്ങോട്ട് ചെയ്തോണം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ വാം അപ്പ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് 15 kg ആൻഡ് 10 to 15 numbers. 1 2 3 4. ഓൾവേസ് റിമെമ്പർ, താഴോട്ട് പോകുമ്പോഴത്തേക്കും ബ്രീത്ത് എടുക്കുക, താഴത്ത് മുമ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓൾവേസ് ഇൻ എ സ്ലോ ആൻഡ് സ്റ്റഡി മോഷൻ. നമ്മുടെ അപ്പർ ചെസ്റ്റിന് ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. അതിപ്പോൾ വാമപ്പ് സെറ്റ് ആണെങ്കിലും വർക്കിംഗ് സെറ്റ് ആണെങ്കിലും, വാമപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ വെയിറ്റിൽ എന്ത് ചെയ്യുന്നു, അത് തന്നെ ആയിരിക്കും നമ്മൾ വലിയ വെയിറ്റിലേക്കും പോകുമ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫേക്ക് ചെയ്യും. അപ്പോൾ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ചെറിയ വെയിറ്റ് തന്നെ പണിയെടുക്കുമ്പോൾ അറിഞ്ഞു പണിയെടുക്കുക. യെസ്, നൈസ്. റൗണ്ട് മതി. സോ ഗൈസ്, നമ്മൾ 30 എടുത്തിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകാം. See? Two. 3 4 5
7 12 നമ്പർ മതി. ലൈക്ക് ആ ഫോം കറക്റ്റ് ചെയ്താൽ മതി. ആ പ്രോപ്പർ ഫോമിൽ അടിക്കുവാണെങ്കിൽ 12 നമ്പർ 13 നമ്പർ ഓക്കെയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അറിയത്തില്ല. ആണ് നമ്മൾ ഹെവി വെയ്റ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ല സ്പോട്ടർ വേണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹെവി എടുത്തു കഴിഞ്ഞാൽ നിനക്കൊരു 10 നമ്പർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേപ്പബിലിറ്റി വേണം. അത് കഴിഞ്ഞിട്ട് മാത്രം പുഷ് ചെയ്യാനാണ് സ്പോട്ടർ. അല്ലാതെ ആദ്യം തൊട്ടേ സ്പോട്ടറിനെ വെച്ച് പുഷ് ചെയ്യരുത്. ലെറ്റ്സ് ഗോ. ഇറങ്ങട്ടെ, പതുക്കെ ഇറങ്ങട്ടെ. പുഷി എത്രയായി? പോട്ടെ 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 പോട്ടെ. 2 more. See 1 more. അതെന്തറിയാ, നിന്റെ വലത്തെ കൈ ഡോമിനൻ്റാ, ലെഫ്റ്റിന് പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും പേടിയാണ്. കാരണം ഓവർ വെയിറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഈ കയ്യിൽ എഫേർട്ട് ഇടാൻ തുടങ്ങും, ലെഫ്റ്റ് കാലിൻ്റെ ഷോൾഡർ ഇഞ്ചുറി ചെയ്യും. കാരണം ലെഫ്റ്റിൽ നീ എപ്പോൾ എക്സ്ട്രാ പുഷ് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോൾ തൊട്ട് ലെഫ്റ്റിന് കുറച്ചുകൂടെ പണി കിട്ടിക്കൊണ്ടിരിക്കും. അതിപ്പോഴല്ല അറിയുന്ന, അടുത്തൊരു 1-2 മാസം നീ ഹെവി വെയിറ്റിൽ പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പണി കിട്ടാൻ തുടങ്ങും. അപ്പോൾ വേദന അറിയും. അപ്പോൾ നമുക്ക് ഇഞ്ചുറിയോ അനക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇറങ്ങട്ടെ. പിന്നെ പുഷി 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 പുഷി. കൺട്രോളി. ആ വരും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതാവോ. അപ്പം അങ്ങനത്തെ മൾട്ടി മെൻറ്റാലിറ്റി വന്നാൽ തന്നെ നമ്മുടെ ചെയ്യുന്ന മൈൻഡ് മസിൽ കണക്ഷൻ പോകും. നമ്മുടെ മൈൻഡ് ഇവിടേക്കാണ്, ഒരു മസിലല്ല നമ്മുടെ കണക്ഷൻ വരുന്നത്. നമ്മുടെ മൈൻഡ് ഷോൾഡർ ഇഞ്ചുറി ആവോ, റിസ്റ്റ് വളയുവോ, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇത് പോവോ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലടിക്കണം. അപ്പം ചിന്ത പലതാവും, നോട്ടം പലതാവും, സംഗതി മൊത്തത്തിൽ മാറിപ്പോവും. അത് പേടിയുണ്ട്, വന്നതുകൊണ്ട് ഒരു പേടിയുണ്ട്. പക്ഷെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്രയും നമ്മള്. So guys, we are going for the 40. We are going for 40. Last set. ഓരോരുത്തരും ഓരോ സാമ്പിൾ എടുത്ത് വെച്ചാൽ മതി. 30 എടുത്ത് 2 ചേർത്തിട്ട് ടോപ്പ് സെറ്റാ. Okay. Control. 1 Z. Order. 3. Control കൂടാ. Last one. കുഴപ്പമില്ല, പിടിച്ചോ. ലോക്ക് ചെയ്യണ്ട, പ്രസ് ചെയ്തടി മതി. ലാസ്റ്റ് വൺ. ഓക്കെ, എൻ്റെ അമ്മേ. ലോക്ക് ചെയ്യണ്ട, പുഷ്. ചെറിയ വെയിറ്റ്. കൊള്ളാം, പമ്പി കൊള്ളാം. 6 7 8 9. കഴിഞ്ഞ് 40 അടിക്കാൻ വേണ്ടി കയറിയതാ, എന്നെ കൊണ്ട് ഡ്രോപ്പ് അടുപ്പിച്ച്. വാ എടാ, എൽബോ ക്രോസ് ചെയ്യണ്ട കൂടി. കണ്ടോ, ഞാൻ പയ്യെ കളന്ന് കുറച്ച് സ്പീഡ്. കണ്ടോ, ചെസ്റ്റ് ലോഡ് കൊടുക്കുക. 1 കണ്ടോ 2 കണ്ടോ 3 കണ്ടോ 4 5 ചെസ്റ്റ് പമ്പ് ചെയ്യണം.
6 രണ്ടോടാ സേ അടി 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 ചെസ്റ്റ് ആവണം ചെസ്റ്റ് വെയിറ്റ് എടുത്ത് ചെസ്റ്റ് വീർപ്പിക്കുക ചെസ്റ്റ് പമ്പ് ചെയ്യുക എൽബോ ലോക്ക് ചെയ്യുന്നതല്ല കാര്യം ചെസ്റ്റ് ആണ് 3 കണ്ടോ ഇറക്കുന്ന ഭാഗത്ത് 4 ബ്രീത്ത് എടുത്ത് 5 കൊടാ 6 കൊടാ 1 2 ഒരുപാട് വൈഡ് പോന്നു 3 കണ്ടോ 3 ഇറങ്ങട്ടെ 4 സോ ഗായ്സ് നമ്മൾ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. അത്യാവശ്യം കില്ലായി. നമ്മളടുത്ത് ചെയ്യാൻ പോലെ സ്മിത്തിൽ ഇൻക്ലൈൻ പ്രസ്സും കേബിൾസിൽ ക്രോസ് ഓവറും കൂടെ സൂപ്പർ സെറ്റാണ്. അതും അത്യാവശ്യം കത്തും. കാരണം നമ്മൾ രാവിലെ ചെസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെസ്റ്റ് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ കൊല്ലാൻ പോവാണ്. ലെറ്റ്സ് ഗോ. സോ ഗായ്സ് നമ്മൾ നമ്മുടെ സെക്കൻഡ് സെറ്റ് സൂപ്പർ സെറ്റ്. കൊടാ 2 6 3 4 ഇഷ്ടൂടല്ലേ ഓക്കെ അങ്ങോട്ട് ലെറ്റ്സ് ഗോ. See. Two. 3. Last 4. Last 3. Last 2. Last 1. കത്തണം എൻഡ് ഓഫ് ദ ഡേ ചെസ്റ്റ് കഴിയുമ്പോൾ നാട്ടുകാർ പറയണം ഹീസ് എ ഫേക്ക് നാറ്റി. ദാറ്റ്സ് എ ഫക്കിംഗ് ഗോൾ ബ്രോ. 1 2 3. Koda 4. 5. Last 2. സേ Nuri. ഓയ് See. Stop ചെയ്യണം. Use ചെയ്യണം. സേ 4. Last 3. Last 2. Last 1. ടൈറ്റൽ. സേ 6 7 അഞ്ചെണ്ണം കൂടെ 4 കൂടെ കൺട്രോൾ ഇറക്കുന്നത് കൺട്രോൾ ലാസ്റ്റ് 1 2 കൊടാ 3 കൊടാ 4 കൊടാ 5. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം പെക്ടെക് ഫ്ലൈസ് ആൻഡ് ലാസ്റ്റ് ഐറ്റം നമ്മൾ ഡിപ്സും കൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ പെക്ടെക് ഫ്ലൈസ് ഫസ്റ്റ് സെറ്റ്. 4 5 6 8 9 10. നമുക്ക് അടുത്തിന് കുറച്ച് വെയിറ്റ് കൂട്ടാം. പക്ഷെ 15 നമ്പർ ഉണ്ട്. ഒരു 10 to 12 നമ്പർ ചെയ്യാം. 1 2 സൂപ്പർ 3 നൈസ് 4 3 2 more 2 1 more chest up 3 4
5 6 more 6 പതുക്ക തിരിച്ച് പതുക്ക അതവനെ കൊണ്ടുപോണ്ട വേണ്ട ആ ലാസ്റ്റ് 4 പോട്ടെ 2 more കൺട്രോൾ റിലാക്സ് ചെയ്യല അവിടെ കൊണ്ടുവന്ന് അവിടുന്ന് വലി 1 more ഈസി ബൂം. സോ ഗൈസ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാം. ഇത് കഴിഞ്ഞ ഒരു ഡിപ്സും കൂടെ ഉണ്ട്. സോ അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ഫ്ലൈസ്. One more. Easy. 1 2 3 പതുക്കെ കൺട്രോൾ ചെയ്ത് തിരിച്ച് കൊണ്ട് വിട്ടു കൊടുക്കല്ലേ, കൺട്രോൾ ചെയ്ത് ജസ്റ്റ് വെച്ച് സി പോട്ടെ 2 more 1 more ഈസി സെറ്റ് 1 പതുക്കെ 2 3 6 എന്തോ 6 7. സോ അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഫ്ലൈസ് കഴിഞ്ഞ് ലാസ്റ്റ് ഐറ്റം ഡിപ്സും കൂടെ ചെയ്ത് നിർത്തുവാണ്. ഡിപ്സ് വെയ്റ്റഡ് അല്ല, നോർമൽ ഡിപ്സ് തന്നെയാണ്, നമ്മുടെ ബോഡി വെയ്റ്റ് ഡിപ്സ്. സോ ലെറ്റ്സ് ഗോ. ഇതൊരു 3 സെറ്റ്. ഒരു 12 to 15. നൈസ്. എത്രയായി? 1. സോ ഗായ്സ്, നമ്മുടെ ചെസ്റ്റ് റാപ്പ് ചെയ്തു. അത്യാവശ്യം വളരെ മിനിമൽ വർക്കൗട്ട് ആയിരുന്നെങ്കിലും വളരെ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ എല്ലാ സെറ്റും റെപ്പും ചെയ്തിട്ടില്ല. ഫസ്റ്റ് സെറ്റും ലാസ്റ്റ് സെറ്റും മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. കാരണം ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് കൂടണമെന്ന് വെച്ചിട്ട് വളരെ മിനിമലായിട്ട് പരിപാടി റെക്കോർഡ് ചെയ്തതാണ്. വാടാ ബേബിക്ക് ഫോട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. റിലേഷൻഷിപ്പ് തിങ്സ്. നമ്മൾ സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പരിപാടിയാണ്. നീ സിംഗിൾ ആണോടാ? അതെ. എടാ സത്യം. ആദർശ് 20 വയസ്സ് ഇല്ല 19 വയസ്സ് പെൺകുട്ടികളെ തേടുന്നു. താഴത്തെ കമന്റ് നല്ല പെൺകുട്ടികൾ വരൂടാ. അത് നീ എടാ എന്താ താഴത്തെ നല്ല പെൺകുട്ടികൾ കമന്റ് ഒക്കെ ആയിട്ട് വരും. ലൈക്ക് ആർക്കെങ്കിലും ഒക്കെ ആദർശിനെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ AD മറ്റേ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആദർശ് അവർക്ക് റിപ്ലൈ തരുന്നതാണ്. നിങ്ങളെന്ന് കമ്മിറ്റഡ് ആവാം. വർക്കൗട്ട് എങ്ങനെയാണ്? അടിപൊളി വർക്കൗട്ട്, നല്ല രീതിയിൽ പമ്പായി. അതെ, സ്ഥിരം ചെയ്യുന്ന ചെസ്റ്റ് വർക്കൗട്ടിൽ നിന്ന് എന്താണ് ഇവിടെ വന്ന് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? നിങ്ങളൊക്കെ ഒപ്പം ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ചേഞ്ച്. ആൻഡ് ഇത് പറഞ്ഞു പറയിപ്പിക്കുന്ന ആൾക്കാർ പറയും, പക്ഷെ അല്ല കേട്ടോ. പിന്നെ നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ, ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നല്ല കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് പമ്പാണ്, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് പോസ് ചെയ്ത് നല്ല രസമായിരുന്നു മൊത്തത്തിൽ വർക്കൗട്ട് ചെയ്ത്. അതൊക്കെയാണ് എന്താ ഞാൻ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ വെച്ചാൽ ഇപ്പൊ ഗോകുലി എൻ്റെ കൂടെ കളിക്കാൻ നേരത്ത് കുറെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നുണ്ട്. അപ്പൊ അങ്ങനെ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇവന്. പക്ഷെ മസിലുണ്ട് കേട്ടാ.
ശരി എന്നാ. അപ്പോൾ ഗൈസ് ദിസ് ഇസ് ഇറ്റ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ മിക്കവാറും നാളെ തന്നെ അടുത്തടുത്ത വീഡിയോസ് റെക്കോർഡ് ചെയ്യും. നാളെ റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ചെസ്റ്റ് ഡേ. വൈകിട്ടിന് ഷോൾഡർ ഉണ്ട്. എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ല. തൽക്കാലം ചെസ്റ്റ് കണ്ട് ആശ്വസിക്കുക, ചെസ്റ്റ് വർക്കൗട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അതും ഇത്രയും വെയിറ്റ് ഒന്നും ലോഡ് ചെയ്യാൻ ഞാൻ പറയില്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ വെയിറ്റ് ലോഡ് ചെയ്ത് ചെയ്താൽ മതി. ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ചെയ്യുക. ഈഗോ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈഗോ ലിഫ്റ്റിനെ കുറിച്ച്? അതെ അതെ, അധികം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ എക്സാക്റ്റ് എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ആവും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പറ്റണ വെയിറ്റ് അടിക്കുക, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. വെയിറ്റിലല്ല കാര്യം, ഇൻറ്റൻസിറ്റിയിലാണ് കാര്യം. സ്ലോ പ്രോസസ്സാണ് ഇതെല്ലാം, ചെറിയ ചെറിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ പരിപാടിയും അതുപോലെ തന്നെ നമ്മൾ ടൈം എല്ലാത്തിനും കൊടുക്കണം. എല്ലാ പ്രോസസ്സിനും ടൈം കൊടുത്താൽ മാത്രമേ റിസൾട്ട് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാകത്തുള്ളൂ. സോ അപ്പോൾ എല്ലാവരും അത് ഫോക്കസ് ചെയ്യുക. പുഷ് യുവർ സെൽഫ് ഹാർഡ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ. ദിസ് ഇസ് ഗോകുൽ സൈനിങ് ഓഫ്. ആദർശ് ഹരി സൈനിങ് ഓഫ്. നാണം സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യു ഗൈസ് ക്യാൻ സബ്സ്ക്രൈബ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക. ഇനി അടിപൊളി വീഡിയോസ് വരും. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ്റെ വീഡിയോസ് വരും. കത്തുന്ന കോമ്പറ്റീഷൻ ആയിരിക്കും. അതെ, മിസ്റ്റർ കേരള ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ കാണും. നമ്മൾ ഒരുമിച്ചാവാൻ സാധ്യതയുണ്ട്. അതെ, കത്തിക്കും, കത്തണം. അതാണ് നമ്മുടെ കാര്യം. അപ്പോൾ എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.